കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് പഠിക്കാനുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ആദ്യം പിക്ചറും വേഴ്സൈ കൊട്ടാരത്തിൻ്റെ ചിത്രവും അതിൽ അന്നത്തെ രാജാക്കന്മാരുടെയും റാണിയുടെ ഒക്കെ കുറച്ച് കൊട്ടേഷൻസ് ആണ്, അതായത് അഭിപ്രായങ്ങൾ, പ്രസ്താവനകളാണ് നൽകിയിട്ടുള്ളത്. അതായത് ലൂയി 14 പറയുന്നത്, ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതുകൊണ്ട് ദൈവത്തിന് മാത്രമേ രാജാവിനെ ചോദ്യം ചെയ്യാൻ അധികാരമുള്ളൂ എന്നാണ്. അപ്പോൾ അത് ലൂയി 14 ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് തുടങ്ങുന്ന പ്രസ്താവന പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്നാണ് പറഞ്ഞത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് കളിയാക്കി ചോദിച്ചിട്ടുള്ളത് മേരി ആന്റോയിനറ്റ് ആണ്. അത് ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഈ രാജാക്കന്മാർ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ചിട്ടുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളും അവയുടെ അധികാര കേന്ദ്രമായ വേഴ്സൈ കൊട്ടാര ചിത്രവുമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അക്കാലത്ത് ഫ്രാൻസിൽ നിലനിന്ന ഭരണത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ കണ്ടെത്താൻ നോക്കാം. ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. കാരണം രാജാക്കന്മാരാണല്ലോ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. ഭരണാധികാരികളെല്ലാം ധൂർത്തന്മാരായിരുന്നു. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായത്തിന് കീഴിൽ ജനങ്ങളുടെ സ്ഥിതി വളരെ മോശമായിരുന്നു. അതിലെ പറഞ്ഞിട്ടുള്ള അതിനെ സംബന്ധിച്ച് ചുവടെ തന്ന വിവരങ്ങൾ നോക്കാം. ഫ്രാൻസിൽ 10-ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10-ാമത്തെയാൾ ദഹനക്കേട്, അതായത് അജീർണം ബാധിച്ചാണ് മരിച്ചത്. അതായത് 10-ൽ 9 പേര് പറയുമ്പോൾ ഭൂരിഭാഗം ജനങ്ങളും പട്ടിണി കിടക്കുമ്പോൾ കുറച്ച് പേര് ധൂർത്തരും ആഡംബര ജീവിതവുമാണ് നയിച്ചിരുന്നത്. ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നുവെന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും മനസ്സിലാക്കാം. ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരിക്കുന്നു. അവ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടത്. ഫ്രഞ്ച് സമൂഹത്തെയും 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവ എസ്റ്റേറ്റുകൾ എന്നറിയപ്പെട്ടു. അതിൽ ഓരോ എസ്റ്റേറ്റിനെയും കുറിച്ച് നമുക്ക് പഠിക്കാം. അതിൽ കാണിച്ചു നോക്കൂ. 3 എസ്റ്റേറ്റുകളുണ്ട്. അതിൽ 1-ാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരാണ്, ഏറ്റവും ഉയർന്നവരാണ്. അവർക്കുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നോക്കാം. എല്ലാവരും എല്ലാതരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഒരു നികുതിയും അടയ്ക്കേണ്ട ചുമതല അവർക്കുണ്ടായിരുന്നില്ല. എന്നാലോ ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നത് ഈ പുരോഹിതന്മാരാണ്. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്ന് തിതെ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. അപ്പോൾ പുരോഹിതന്മാർ പിരിച്ചിരുന്ന നികുതിയാണ് തിതെ. അത് ഒടുക്കിയിരുന്നത് കർഷകരെന്ന പാവങ്ങളായിരുന്നു, അല്ലേ? അപ്പോൾ അതിൽ അവർക്ക് പുരോഹിതന്മാർക്ക് ഒരു നികുതി നൽകേണ്ടിയിരുന്നില്ല, എന്നാൽ നികുതി പിരിക്കാനുള്ള അവകാശമുണ്ട്. അതായത് ഭരണത്തിലെയും സൈന്യത്തിലെയും പദവികളെല്ലാം നിയന്ത്രിച്ചത് പുരോഹിതന്മാരും കൂടെയായിരുന്നു. അതുപോലെ ഭൂപ്രദേശം ഒരുപാട് അവർക്ക് കൈവശം വയ്ക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് 2-ാമത്തെ എസ്റ്റേറ്റ് എന്ന പ്രഭുക്കന്മാരും. അവർക്ക് നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു, ആഡംബര ജീവിതം നയിച്ചു, വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. നല്ല കുഴപ്പമില്ലാത്ത നല്ല നല്ല കാര്യങ്ങളാണ്. അവർക്കും നികുതി നൽകേണ്ടിയിരുന്നില്ല, ആഡംബര ജീവിതമാണ് അവർ നയിച്ചത്, വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. സൈനിക സേവനം നടത്തിയത് പ്രഭുക്കന്മാരാണ്. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ചെയ്തത് പ്രഭുക്കന്മാര്. എന്നാൽ ഈ 2 എസ്റ്റേറ്റിലും ഉൾപ്പെടാതെ ഭൂരിഭാഗം ജനങ്ങൾ ഉൾപ്പെട്ട 3-ാം എസ്റ്റേറ്റ്, അതായത് അതിൽ ഉൾപ്പെട്ടത് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗമാണ്. മാത്രമല്ല കർഷകർ, കൈത്തൊഴിലുകൾ, ഇവരെല്ലാം അടങ്ങിയിട്ടുള്ള കൂടുതൽ ജനങ്ങളും അടങ്ങിയ 3-ാമത്തെ എസ്റ്റേറ്റ്. ഈ എസ്റ്റേറ്റ് ആയിരുന്നു ഏറ്റവും താഴ്ന്ന സാമൂഹിക പദവിയാണ് അവർക്ക് നൽകിയത്. മാത്രമല്ല പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇവരിൽ നിന്ന് നികുതി വാങ്ങിയിരുന്നു. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണമെന്ന ചുമതല കൂടെ 3-ാം എസ്റ്റേറ്റിനുണ്ടായിരുന്നു. ഭരണത്തിൽ ഒരു അവകാശവുമില്ല. തൈല എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിനും നൽകണം. ഇതായിരുന്നു. തിതെ എന്ന പേരിലുള്ള നികുതി നൽകിയത് ആർക്കായിരുന്നു? തിതെ എന്ന പേരിലുള്ള നികുതി നൽകിയത് പുരോഹിതന്മാർക്കായിരുന്നു. എന്നാൽ
തൈല എന്ന പേരിലുള്ള നികുതി നൽകുന്നത് സർക്കാരിനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 3 എസ്റ്റേറ്റുകളെ കുറിച്ച് നൽകിയിട്ടുള്ളത്. അതിനുശേഷം എങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവം വരുന്നത്, ജനങ്ങളെ ചൂഷണം ചെയ്ത് സമ്പദ് വ്യവസ്ഥ കൈവശപ്പെടുത്തിയ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും എതിരെ ജീവിത നിലവാരങ്ങളൊക്കെ മെച്ചപ്പെടുത്തണമെന്ന് 3-ാം എസ്റ്റേറ്റിന് സ്വാഭാവികമായും തോന്നാം. അങ്ങനെ അവരുടെ ആ താല്പര്യങ്ങൾക്ക് പ്രചോദനമേകാൻ വേണ്ടിയിട്ട് കുറച്ച് ആശയങ്ങൾ നൽകിയിട്ടുള്ള ചിന്തകരുണ്ട്. അവരെ കുറിച്ചാണ് അടുത്തതായി പറയുന്നതിൽ. ഒന്ന് വോൾട്ടയർ ആണ്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അത് വോൾട്ടയർ ആണ് ചെയ്തത്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും ജനങ്ങളുടെ യുക്തിചിന്ത, മനുഷ്യസ്നേഹം, സമത്വം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇനി മറ്റൊരു ചിന്തകനാണ് റൂസോ. റൂസോ പറയുന്നത് ഒരു പ്രശസ്തമായ വാക്യമാണ്. എന്താണെന്ന് വെച്ചാൽ, സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. മനുഷ്യൻ സ്വതന്ത്രമായിട്ടാണ് ജനിക്കുന്നത്, എന്നാൽ ജീവിതത്തിൽ അവൻ ചങ്ങലയിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യമാണ് റൂസോ വ്യക്തമാക്കിയത്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് റൂസോയാണ്. ഇനി 3-ാമതുള്ള ചിന്തകനാണ് മോണ്ടസ്ക്യൂ. അദ്ദേഹം ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിനെ 3 തട്ടുകളാക്കി, അതായത് 3 തട്ടുകളല്ല 3 വിഭാഗമാക്കിയിട്ട് മാറ്റണമെന്ന് പറഞ്ഞു. അത് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3 വിഭാഗമാക്കിയിട്ട് തിരിക്കണമെന്നും പറഞ്ഞത് മോണ്ടസ്ക്യൂ ആണ്. 3-ാം എസ്റ്റേറ്റ്, അതായത് നമ്മുടെ പാവങ്ങൾ, കർഷകരൊക്കെ ഉൾപ്പെടുന്ന ഏറ്റവും താഴ്ന്ന എസ്റ്റേറ്റിലെ ജനങ്ങളുടെ മുന്നേറ്റങ്ങൾ തുടങ്ങുന്ന കാര്യമാണ് പറയുന്നത്. ഫ്രാൻസിലെ ബൂർബർ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയെ തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളിലെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിന് 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിലും ഓരോ വോട്ട് മതിയെന്ന, ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവ് അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്ന് കോമൺസ് എന്നറിയപ്പെടുന്ന 3-ാം എസ്റ്റേറ്റിന്റെ ആവശ്യം. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവെ 3-ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അതായത് തുടക്കത്തിൽ വീണ്ടും സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ വീണ്ടും നികുതികളുമായിട്ട് വരെയാണ് ഫ്രാൻസിലെ ലൂയി 16 എന്ന രാജാവ്. അതിനുവേണ്ടി അദ്ദേഹം സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുകയും ആ നികുതി ചുമത്തുന്നത് ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനുള്ള അധികാരം ആദ്യത്തെ 2 എസ്റ്റേറ്റിനും മതി എന്ന് പറഞ്ഞു. എന്നാൽ 3-ാമത്തെ എസ്റ്റേറ്റ് കോമൺസിലെയും ഓരോരുത്തരും വോട്ട് ചെയ്യണമെന്ന് ഫ്രഞ്ച് സമൂഹം ദേശീയ അസംബ്ലി, അതായത് കോമൺസ് എന്ന 3-ാമത്തെ എസ്റ്റേറ്റ് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ തർക്കത്തിനിടയിൽ ഇവര് 3-ാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കോമൺസ് എന്താണ്, തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചിട്ട് വന്നു. അങ്ങനെ അവർ അവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിഞ്ഞു പോകുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുത്തു. അതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിലെ കാരണമായിട്ടുള്ളത് എന്താണ്? ആദ്യം 1789 ലൂയി 16
പുതിയ നികുതികൾ ചുമത്താൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടി. അപ്പോൾ അതിൽ വോട്ട് ആർക്കൊക്കെ വേണമെന്നൊരു തർക്കം വന്നപ്പോഴേ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ വോട്ട് വേണ്ട എന്ന് രാജാവ് തീരുമാനിച്ചു. എന്നാൽ മൂന്നാം എസ്റ്റേറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് നോക്കാം, ഇവിടെ തന്നിട്ടുള്ള പട്ടിക നോക്കിയാൽ അറിയാം. ഒന്നാം എസ്റ്റേറ്റിൽ 285, രണ്ടാം എസ്റ്റേറ്റിൽ 308, എന്നാൽ മൂന്നാം എസ്റ്റേറ്റിൽ കോമൺസ് സാധാരണക്കാരായ ജനങ്ങൾ ഉള്ളത് അത് ഏറ്റവും കൂടുതലുമാണ്. അപ്പോൾ ഇവരുടെ വോട്ട് രാജാവിൻ്റെ തീരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന ധാരണ കൊണ്ടായിരിക്കാം മൂന്നാം എസ്റ്റേറ്റ് വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ട എന്ന് രാജാവ് തീരുമാനിച്ചത്. എന്നാൽ കോമൺസ് പ്രഖ്യാപിച്ചത് തങ്ങളും കൂടെ വോട്ടെടുപ്പിൽ ഉണ്ടാവണമെന്നാണ്. അതിനു വേണ്ടിയിട്ട് അവർ ദേശീയ അസംബ്ലി എന്ന് സ്വയം പേര് നൽകി ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഒരു ഭരണഘടന ഉണ്ടാക്കിയ ശേഷം മാത്രമേ പിരിഞ്ഞു പോകുകയുള്ളൂ എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. അങ്ങനെ 1789 ജൂലൈ 14 അവര് സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ബാസ്റ്റിൽ ജയിൽ തകർക്കുന്നത്. അപ്പോൾ ബാസ്റ്റിൽ ജയിൽ തകർന്നത് ജൂലൈ 14. ആദ്യം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ്. അത് 1789. അതിനുശേഷം ബാസ്റ്റിൽ ജയിൽ തകർച്ച അത് 1789 ജൂലൈ 14. അതിനുശേഷം 1789 അവർ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. അത് ഓഗസ്റ്റ് 12. ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. 1789 ഒക്ടോബറിലെ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യമായിട്ട് വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. അത് ഒക്ടോബറിലാണ്. എന്നാൽ 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഒരു ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും 4 സംഭവങ്ങൾ, അതായത് 5 സംഭവങ്ങൾ: ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അതിനുശേഷം ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ തകർച്ച, ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം, ഒക്ടോബറിൽ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി പ്രകടനം, 1792 സെപ്റ്റംബറിൽ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടർച്ചയായി നടന്ന സംഭവങ്ങളാണ്. ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയ്ക്ക് ശേഷം നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഭീകരവാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രതിജ്ഞ എടുത്ത് റിപ്പബ്ലിക്കാണെന്ന് പ്രഖ്യാപിച്ച ശേഷം 1793 ജൂലൈയിൽ ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് റോബസ്പിയറി എന്നയാളുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ കൂടെ തന്നെ അയാൾക്ക് സഹായകമായിട്ട് 2 പേരും കൂടെ ഉണ്ടായിരുന്നു, മിറാബോ, ടാൻഡൻ, ഒരംഗങ്ങളായിരുന്നു. അങ്ങനെ അവർ ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവരുടെ ഗില്ലറ്റിൻ എന്നൊരു യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ഈ ഗില്ലറ്റിന് ഇരയായി. ഗില്ലറ്റിൻ്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇരയായി. അതിൽ മറ്റൊന്ന് ലൂയി 16 രാജാവും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആന്റോയിനറ്റും കൂടെ ഇതിന് ഇരയായിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പേരെ വധിച്ചു. അവസാനം ഇതിൻ്റെ നേതൃത്വം നൽകിയ റോബസ്പിയറിയും ഈ ഗില്ലറ്റിന് ഇരയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1793 ജൂലൈയിൽ തുടങ്ങിയിട്ട് 1794 ജൂലൈ വരെ നിലനിന്നിരുന്ന ഈ ഒരു ഭീകരമായ അന്തരീക്ഷത്തെയാണ് ഭീകരവാഴ്ച എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ഫ്രാൻസിൽ മൊത്തം വിപ്ലവം വന്നു തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് യൂറോപ്പിലാകെ ഈ വിപ്ലവം പടർന്ന് പിടിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഒരു പ്രചോദനം. അപ്പോൾ അതുകൊണ്ടാണ് ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റോണിക് പറഞ്ഞത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്നത്. അതായത് ആരാണ് പറഞ്ഞത്? ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റോണിക് ആണ് പറഞ്ഞത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുന്നു. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് ലോകത്ത് സംഭവിച്ച കാര്യങ്ങൾ. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവശ്യം പകർന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. കാരണം ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് പറയുന്നത്. അതായത് തുടക്കം ഇവിടെയാണ്, ഫ്രഞ്ച് വിപ്ലവത്തിലാണ്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തത് ഫ്രഞ്ച് വിപ്ലവമാണ്.
രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി, മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചരണവും നടന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം കൊണ്ട് ഇത്രയധികം മാറ്റം ലോകത്തിന് സംഭവിച്ചു. അതേ സമയത്ത് നടന്ന മറ്റൊരു കാര്യമാണ്, ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായിട്ട് ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച് അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ അധികാരം പിടിച്ച് എടുക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഫ്രാൻസിന്റെ സഖ്യത്തിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് ജാക്കോബിനിൽ അംഗമാവുകയും ഫ്രാൻസിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് ഒരു സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ചെയ്തു. ഇനിയും ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസ്സാക്കി എന്ത് ചെയ്തു? മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി, നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ വരികളാണ് നമുക്ക് വായിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെട്ടത് ഏത് എന്നൊക്കെ ഒരു പക്ഷെ ചോദ്യം വരാം. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോട് സ്വതന്ത്രനായി തന്നെ ജീവിക്കുന്നു. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ സ്വതന്ത്രനായി തന്നെ തുല്യ അവകാശങ്ങളോട് ജീവിക്കുന്നു എന്നതാണ് ഒരു വരി. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. അപ്പോൾ രണ്ടാമത്തെ വരി കഴിഞ്ഞ് മൂന്നാമതായി പറഞ്ഞിട്ടുള്ളത്, എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിലുള്ളത്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിലുള്ളത്. സമൂഹത്തിന് ഹാനികരമാവുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഫ്രാൻസിന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണിത്. അതായത് സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു, സ്വതന്ത്രനായിട്ട് തുല്യ അവകാശങ്ങളോട് ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിലുള്ളത്. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരം, എന്നാൽ ഹാനികരമായ പ്രവർത്തനങ്ങൾ വിലക്കാനുള്ള അവകാശം നിയമത്തിനുമുണ്ട്. ഇതാണ് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇതിന് ശേഷം ഫ്രാൻസിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന സമയത്ത് അതിനായിട്ടൊരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് നെപ്പോളിയൻ. എന്നാൽ നെപ്പോളിയൻ കുറച്ചു കാലം ഫ്രാൻസിനെ ഏകാധിപത്യ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ആവശ്യം വന്ന ഒരു കാര്യമാണ്, ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന റൂസോയുടെ പ്രശസ്തമായ
ഗ്രന്ഥത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിച്ചത്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നാണ് സോഷ്യൽ കോൺട്രാക്റ്റിൽ റൂസോ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് റൂസോ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി നെപ്പോളിയന്റെ കാര്യത്തിലേക്ക് തിരിച്ചു പോകാം. നെപ്പോളിയൻ 1799 ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത്. എന്നാൽ ഏകാധിപതിയാണെങ്കിലും അദ്ദേഹം ഫ്രാൻസിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കിയിട്ടുണ്ട്. നേരത്തെ മുൻ ഉയർന്ന എസ്റ്റേറ്റിലുള്ളവരായിരുന്നു കൃഷിഭൂമിയുടെ ഉടമകൾ. എന്നാൽ ഇവിടെ കർഷകരെ തന്നെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതു കടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോൾ ഗതാഗത പുരോഗതിക്കായിട്ട് റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കി. ഇപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തത് കർഷകർക്ക് ഭൂമിയുടെ അവകാശം നൽകി, കർഷക ഭൂമി ഉടമകളാക്കി മാറ്റി. അതേപോലെ പുരോഹിതന്മാർക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാങ്ക്, അതൊരു സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അതേപോലെ സിങ്കിങ് ഫണ്ട് എന്നൊരു ഫണ്ട് രൂപീകരിച്ചു. റോഡുകൾ നിർമ്മിച്ചു. ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കി. നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിപ്പിക്കുമോ എന്ന് മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ അവർ സംഘടിക്കുകയും നെപ്പോളിയനെയല്ല ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യസൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയൻ അധികാരം നഷ്ടപ്പെട്ടു. 1799 അധികാരത്തിലെത്തി. 1815 വാട്ടർലൂ യുദ്ധത്തോടെ നെപ്പോളിയൻ അധികാരം നഷ്ടപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം ഏകാധിപതി ആയിരുന്നാലും ഒരുപാട് പരിഷ്കാരങ്ങൾ ഫ്രാൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശക്തി, ദേശീയത യൂറോപ്പിലാകമാനം വ്യാപിപ്പിക്കുമോ എന്ന പേടിക്കൊണ്ടാണ് യൂറോപ്യൻ സഖ്യം അദ്ദേഹത്തോട് യുദ്ധത്തിന് വരികയും വാട്ടർലൂ യുദ്ധത്തിൽ 1815 നെപ്പോളിയൻ പരാജയപ്പെടുകയും ചെയ്തത്. അടുത്തത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്.